റഹീം പറഞ്ഞു ശരിയാണ്, ബംഗാളിൽ ഞങ്ങളുടെ പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്, വളരെ മോശം ഭരണമാണ്. അങ്ങനെ പറഞ്ഞാൽ പോരാ. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. മുഖ്യമന്ത്രി എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല? ഇന്ത്യയിലെ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഇന്നും മറുപടി പറയേണ്ടിയിരുന്നത് ഒരു കാലത്ത് 35 വർഷം തുടർച്ചയായി നിങ്ങൾ ഭരിച്ചിട്ടുള്ള ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 22 MLA-മാരുണ്ടായിരുന്ന ബംഗാളിൽ എന്തുകൊണ്ട് വിനു ഇവിടെ ആവർത്തിച്ച് പറയുന്നത് പോലെ ഒരു വട്ടപൂജ്യം, അതിനേക്കാൾ വലിയൊരു വട്ടപൂജ്യം എങ്ങനെ ബംഗാളിൽ നിങ്ങൾ ആയി എന്നുള്ളതിന് ഒരു മറുപടി പറയണ്ടേ? എങ്ങനെ ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാൻ ആക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. പൂജ്യമായി അവിടെ നിങ്ങൾ കോൺഗ്രസുമായി സഖ്യം ചേർന്നാണ് മത്സരിച്ചിരുന്നത്. നിങ്ങളും കോൺഗ്രസും സഖ്യമായിരുന്നു ബംഗാളിൽ. എന്നിട്ടും നിങ്ങൾ വട്ടപൂജ്യമായി മാറിയിട്ടെങ്കിൽ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? അതിന് മറുപടി പറയേണ്ട അദ്ദേഹം റഹീമിനല്ല, മുഖ്യമന്ത്രിക്കായിരുന്നു. കാരണം അദ്ദേഹം ഇന്ത്യയിലെ CPM-ലെ ഏക മുഖ്യമന്ത്രിയാണ്, PB മെമ്പറാണ്, ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്, CPM-ന്റെ ദേശീയ നേതാവാണ്. അദ്ദേഹം മറുപടി പറയണമായിരുന്നു, പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ട്, റഹീം പറഞ്ഞു ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ 2 MLA-മാരെന്ന് പറഞ്ഞു. ആരുടെ പിന്തുണയിൽ കിട്ടിയ MLA-മാരാണ്? തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. ജ്യോതികുമാർ ചാമക്കാരുടെ പാർട്ടിയുടെ പിന്തുണയിൽ കിട്ടിയ 2 MLA-മാർ. അവിടെ BJP-ക്ക് 4 MLA-മാരുണ്ട്. അവിടെ BJP-യുടെ വനിതാ നേതാവ് അവിടെ പരാജയപ്പെടുത്തിയത് ആരാ? നിങ്ങൾ ഇവിടെ ബ്രിട്ടാസ് വിളിച്ചുകൊണ്ടുവന്ന് PR വർക്ക് നടത്തിയല്ലോ, കമലാ ഹാസൻ. നിങ്ങൾ പണം വാങ്ങി, DMK എന്ന് പണം വാങ്ങിയെന്ന് ആരോപിച്ച അതേ കമലാ ഹാസൻ. ആ കമലാ ഹാസനെ ഞങ്ങൾ പരാജയപ്പെടുത്തി തമിഴ്നാട്ടിൽ. പിന്നെ നാണക്കെടുത്തി. അത് നിങ്ങൾ അറിയണം. കഴിഞ്ഞ ഈ 4-5 സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പ് ഇടുന്നല്ലോ. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന 64 MLA ആണെങ്കിൽ ഇന്ന് 151 MLA ഉണ്ട്. ഞങ്ങൾ വോട്ട് വർദ്ധിപ്പിക്കുക, MLA-മാരെ ഉണ്ടോ ഞങ്ങൾ വർദ്ധിപ്പിക്കുക ഇത്. പിന്നെ റഹീം പറഞ്ഞു ബീഹാറിൽ MLA ഉണ്ട്, മഹാരാഷ്ട്രയിൽ MLA ഉണ്ട്, ഹിമാചലിൽ MLA ഉണ്ട്. എൻ്റെ റഹീമെ, ഒരു കാലത്ത് ആഫ്റ്റർ നെഹ്റു EMS അല്ലെങ്കിൽ AKG എന്നൊക്കെ പറഞ്ഞു നടന്ന ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ സ്ഥാനം ഉണ്ടായിരുന്ന, ഔദ്യോഗികമല്ലെങ്കിലും നിങ്ങൾക്കൊരു പ്രതിപക്ഷ സ്ഥാനം ഉണ്ടായിരുന്ന പാർട്ടിയാണ്. ബീഹാറിൽ നിങ്ങൾ ഇടതുപക്ഷം ഒരു കാലത്ത് പ്രതിപക്ഷത്തിന്റെ റോളിൽ ഉണ്ടായിരുന്നവരാണ്. അവിടുന്നൊക്കെ കുറഞ്ഞ് ഇപ്പോൾ ഇത് കേരളമാണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തി. നിങ്ങൾ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇത് ഇടങ്ങേറായിട്ട് കഴിഞ്ഞു. ബംഗാൾ, നിങ്ങൾ 35 വർഷം ഭരിച്ച ബംഗാളിൽ വലിയൊരു വട്ടപൂജ്യം വാങ്ങി വന്നിരുന്നിട്ട്, അതും കോൺഗ്രസിനൊപ്പം മത്സരിച്ച് ആസാമിലെ ഒരു സീറ്റിന്റെ കാര്യം പറഞ്ഞു. ആരുടെ കൂടെയാണ് മത്സരിച്ചത്? ജ്യോതികുമാർ ചാമക്കാരുടെ പാർട്ടിയുടെ കൂടെയാണ് മത്സരിച്ചത്. അപ്പൊ ആര് തമ്മിലാണ് വാങ്ങലും വിൽക്കലും നടന്നത്? നിങ്ങളുടെ അഖിലേന്ത്യാ നേതൃത്വവും, അതായത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ അഖിലേന്ത്യാ നേതൃത്വമാണ് കോൺഗ്രസിനോട് സഖ്യം ചേരാനുള്ള അനുമതി കൊടുത്തത്, അല്ലേ? നിങ്ങൾ അതിനെ തള്ളിപ്പറയുമോ? നിങ്ങളും കോൺഗ്രസും തമ്മിൽ സഖ്യമല്ലേ? കേരളത്തിന് പുറത്ത്, കേരളത്തിനകത്ത് നിങ്ങൾ ആ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല എന്ന് എങ്ങനെ പറയും? നിങ്ങൾ മറുപടി പറയും. പാലക്കാട്ട് നിങ്ങളുടെ വോട്ട് എവിടെ പോയി? മഞ്ചേശ്വരത്ത് നിങ്ങളുടെ വോട്ട് എവിടെ പോയി? അപ്പൊ BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾ പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. SDP-യുടെ പിന്തുണ കാര്യം അദ്ദേഹം തള്ളിപ്പറഞ്ഞില്ലല്ലോ. SDPI പോലൊരു മത തീവ്രവാദ സംഘടനയുടെ വോട്ട് CPM-ന് വാങ്ങിക്കൊടുക്കുന്നതിൽ ഇടനിലക്കാരനായി നിന്നതുകൊണ്ടാണോ റഹീം അതിനെ തള്ളിപ്പറയാത്തത്? ഉണ്ടെങ്കിൽ മറുപടി പറയേ. തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റ്, SDP-യുടെ ജില്ലാ പ്രസിഡന്റാണ് പറഞ്ഞത്. അപ്പൊ തൊലിക്കെട്ടി ആർക്കാണ് റഹീമെ കൂടുതൽ? തിരുവനന്തപുരത്തെ മൃഗശാലയിലെ കണ്ടാമൃഗത്തെ പോലെ നാണിപ്പിക്കുന്ന തൊലിക്കെട്ടി റഹീമിനാണ്. എന്നെ ആ കൂട്ടത്തിൽ പെടുത്തരുത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.